നന്ദനയോടെന്നും ഓഫീസിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുന്ന വസുന്ധര. വസുന്ധര ഏൽപ്പിച്ച ചുമതലയെക്കുറിച്ച് ഉദയനോട് പറയുന്ന നന്ദന. അമ്മയുടെ നിലപാടിനെ എതിർക്കുന്ന ഉദയൻ. നന്ദനയുടെ പുതിയ ചുമതലയെക്കുറിച്ച് അറിയുന്ന യതീന്ദ്രന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഉദയനോട് യാത്ര പറഞ്ഞ് നന്ദന ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ നന്ദന വരുന്ന കാര്യം അക്കൗണ്ടന്റിനെ വിളിച്ചു പറയുന്ന യതീന്ദ്രൻ. ടെക്സ്റ്റൈൽസിലെത്തുന്ന നന്ദന. ഇനി തുടർന്ന് കാണുക. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്റെ മാനേജിംഗ് പാർട്ണർ ഉദയ് വർമ്മയുടെ വൈഫ്. എന്റെ സബോർഡിനേറ്റ് ആണ് മഹേഷ്. എന്താ, എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല മാം, ഞാന്... യു പ്ലീസ് ഗെറ്റ് അപ്പ്. മഹേഷ് ഇങ്ങോട്ട് മാറി നിൽക്കൂ. എന്ത് ചെയ്യാൻ പോകുന്നു? ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തിന്? ഞാൻ കണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓഫ് ചെയ്യണ്ട. ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് എവിടെയാ? ലേഡീസ് സെക്ഷനിലാണ്. ആ നിൽക്കുന്ന നമ്മുടെ കാഷ്യർ അല്ലേ? അത് പിന്നെ... എന്താ, നിങ്ങൾക്ക് കാണാൻ മേലേ? അതെ, കാഷ്യറാണ്. തൽക്കാലം ഇത്ര എടുത്താൽ മതി. ബില്ലടിച്ചോ? ശരി, ഇപ്പൊ എടുത്തുതരാം. നമസ്കാരം മാഡം. പുതിയ സെലക്ഷൻസ് വന്നു തോന്നല്ലോ. ആ, വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളെടുത്ത് വെച്ചതാ. ആയിക്കോട്ടെ, ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. ഓ ശരി, ഇതാ മാഡം. ഇതാ. മാഡം പോന്നു. ഇപ്പൊ അവിടെ കുറച്ച് സാരികൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്തില്ലേ, അതിന്റെ ബില്ല് അടിച്ചോ? അതിന്റെ ബില്ല് അടിച്ചു മാഡം. ഇതാണോ? അതെ മാഡം. നോക്കട്ടെ. ഇത് 7000 രൂപയുടെ ബില്ലല്ലേ ഉള്ളൂ, ബാക്കി എവിടെ? മാഡം, അത് ഈ ബില്ലേ ഉള്ളൂ മാഡം. അത്രയും സാരികൾക്കോ? ഞാൻ കൂട്ടി നോക്കിയതാ. അതേതായാലും 70,000 രൂപയ്ക്ക് മേലെ വരും.
പിന്നെങ്ങനെ ഇത് 7,000-ന്റെ ബില്ലായത്? പിന്നെ അത് മാഡം, അതിവർ പതിവായിട്ട് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുന്ന പാർട്ടിയാ. ബൾക്ക് പർച്ചേസിംഗ് ആണേ. ലേഡീസ് ഹോസ്റ്റൽ നടത്തുന്ന ടീമാ. സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടാ കൊടുക്കുന്നതേ. 70,000-ന് 7,000 ഡിസ്കൗണ്ട് ആണെങ്കിൽ മനസ്സിലാക്കാം. ഇത് ബില്ല് 7,000. അത് യതീന്ദ്രൻ സാർ പറഞ്ഞിട്ടാ. അത്രയും സാരി മില്ലിൽ നിന്ന് നേരിട്ട് വാങ്ങിയാലും അതിൽ കൂടുതൽ വിലയാവുമല്ലോ. മുതലും കൂടി നഷ്ടപ്പെടുത്തിയിട്ടാണോ ബിസിനസ് നടത്തുന്നത്? ഇത് ഇന്നത്തെ പർച്ചേസിംഗിന്റെ ബില്ല് മുഴുവനും ഇല്ല മാഡം. എല്ലാ മാസവും വരുന്ന കസ്റ്റമർ അല്ലേ, ക്രെഡിറ്റാ. ഒരുമിച്ചാ തുക അടയ്ക്കുന്നത്. പക്ഷേ ഇത് ഇന്നെടുത്ത സാരികളുടെ സീരിയൽ നമ്പർ അടിച്ചിട്ടുള്ള ബില്ലാണല്ലോ. വെറുതെ ഓരോ മുട്ടാപ്പൊക്കെ ന്യായങ്ങൾ പറയരുത്. ഇതിന്റെ പർച്ചേസ് ബില്ല് കൂടി എനിക്ക് വേണം. ഞാൻ കൂട്ടി നോക്കിയതാ, 70,000 രൂപ വരും. അതിന്റെ കോപ്പിയും വേണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാഡം, ഇല്ല. പക്ഷെ ഓഡിറ്റിങ്ങിന് പോകുമ്പോ ഇന്ന് തന്നെ ഓഡിറ്റിംഗ് ഉണ്ടോ? ബില്ലിന്റെ കോപ്പികൾ എനിക്ക് കിട്ടണം ഇന്ന് തന്നെ. ശരി മാഡം. നമുക്ക് നമ്മുടെ ടൂറിസ്റ്റ് ഹോമിലേക്ക് പോകാം. ഏയ് നിർത്തിക്കേ. എന്താ ചേച്ചി? ആരുടെ ഈ തുണിക്കട? ഇത് യതീന്ദ്രൻ സാറിന്റെ ഭാര്യ വീട്ടുകാരുടെ കടയാ. ശരിക്കും? ആ, കാർത്തിയേച്ചിയുടെ അടുത്ത ബന്ധു നടത്തുന്ന കടയാ. മിക്കവാറും ഇവര് നമ്മുടെ ടെക്സ്റ്റൈൽസിൽ നിന്ന് സാധനങ്ങൾ എടുക്കാറുണ്ട്. പോ. ശരി ചേച്ചി. ആരാ? മനീഷിന്റെ. അതെ, മനസ്സിലായില്ല. ഞാൻ മനീഷിന്റെ അമ്മയെ കാണാൻ വന്നത്. ആര് വന്നു പറയണം? ഹരിപ്രസാദ് എന്ന് പറഞ്ഞാൽ മതി, അറിയും. ആരാടി ബെല്ലടിച്ചേ?
കാണാൻ ഇവിടെ നിൽക്കുന്നത്? ഉത്സവം നടക്കുന്നുണ്ടോ? പോടിയപ്പുറത്ത്. നിങ്ങളുടെ അമ്മാവനെ കാണാനാണെങ്കിലേ അച്ചുവേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അതോ വീട് മാറിപ്പോയതാണോ? അച്ചുവേട്ടൻ താമസിക്കുന്നതേ കുറച്ച് അപ്പുറത്താ. ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതാ. കാണേണ്ടത് സുമിത്ര ആന്റിയെ. എന്താ കാര്യം? അമ്പിളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവരന്വേഷിക്കുന്നുണ്ട്. വിവരം കിട്ടിയാലുടൻ പോലീസുകാർ അറിയിക്കും. പോലീസിന്റെ എൻക്വയറി നടന്നോട്ടെ. സ്വന്തം നിലയ്ക്ക് നമ്മളൊന്ന് അന്വേഷിക്കണം. നമ്മളോ? എന്താ ഉദ്ദേശം ഒന്നും മനസ്സിലായില്ല. എന്തർത്ഥത്തിലാ നമ്മളെന്ന് പറഞ്ഞത്? ഈ വീട് നീയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇപ്പൊ ബന്ധമില്ലെന്നുള്ളത് ശരിയാ, പക്ഷേ ബന്ധം ഉണ്ടാവേണ്ടതായിരുന്നു. അധികം വിവരിക്കണ്ട. ഇയാള് ഒരു അന്വേഷണം കൊണ്ട് വന്നിരിക്കുന്നു. ഒരുത്തരുടെ സഹതാപം വേണ്ട എനിക്ക്. എന്റെ പ്രയാസം കണ്ട് ഉള്ളുകൊണ്ട് സന്തോഷിക്കല്ലേ നീ? എല്ലാം ഒന്ന് നേരിട്ടറിയാൻ വേണ്ടിയല്ലേ നിന്റെ ഈ വരവ്? സുമിത്ര ആന്റി തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്പിളിയെ കാണാനില്ലെന്നുള്ള വിവരം എന്നോട് പറഞ്ഞത് അച്യുതമ്മാവനാ. അറിഞ്ഞപ്പോ ഒന്ന് തിരക്കുന്നത് മര്യാദയാണെന്ന് തോന്നി. വല്ലപ്പോഴും ആ കുട്ടിയെ കാണുമായിരുന്നു ഞാൻ. ഇവിടെ മറ്റാരും തരാത്തൊരു അംഗീകാരം ആ കുട്ടി എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ അമ്പിളി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിലും സുമിത്ര ആന്റിക്ക് പണ്ടേ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയാണല്ലോ. അത് തിരുത്താമെന്നാണ് ഇയാള്, അതോ സഹായിക്കാനോ? മുങ്ങി താണോണ്ടിരിക്കുകയാണെങ്കിലും എനിക്ക് നിന്റെ സഹായം വേണ്ട. ഉണ്ടായിരുന്ന കിടപ്പാടം പോയി, ഭൂമി പോയി, ഭർത്താവ് പോയി, മകൻ നശിച്ചു, മകള് നശിച്ചു. ആകെ പ്രതീക്ഷയായിരുന്ന ഇളയ മോളെ കാണാനുമില്ല. ഇനി എന്താ നിനക്കറിയണ്ടേ? സർവനാശത്തിലെത്തി നിൽക്കായി സുമിത്ര. ആരും എനിക്ക് വിശ്വാസമില്ല. വിശ്വസിക്കേണ്ടവരെ ആന്റി വിശ്വസിച്ചില്ല. ആ സത്യം അവഗണിച്ചിട്ട് കാര്യമില്ല. നിന്നെയും നിന്റെ വീട്ടുകാരായിരുന്നു ഞാൻ വിശ്വസിക്കേണ്ടത്, അതോ നിന്റെ പിറകെ നടന്ന് ഇവിടുത്തെ പെണ്ണിനെയോ? നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. നന്ദനയെ സ്വന്തമായിട്ട് കിട്ടാത്തതിന്റെ ചൊരുക്കല്ലേ നിനക്ക്? അതിന്റെ പക ഇപ്പോഴും നിനക്ക് എന്നോടുണ്ട്. ശരിയാ, അന്ന് നിങ്ങളുടെ കല്യാണം നടക്കാതിരുന്നതിന്റെ പ്രധാന കാരണം ഞാനാ. എനിക്കതിന് എന്റേതായ കാരണങ്ങളുണ്ട്. ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കണം. ഒരു കല്യാണം മുടങ്ങി, പക്ഷേ പിന്നെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? നിന്റെ കൂടെ ഇറങ്ങി വന്നോ അവള്? ആന്റിക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ കൂടെ വരാൻ നന്ദന് തയ്യാറായിരുന്നു. ഇളയ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാ അയാൾ അതിന് തയ്യാറാവുന്നത്. താൻ കാരണം പനക്കൽ വീടിനൊരു പേരുദോഷം ഉണ്ടാവരുതെന്ന് അയാൾ കരുതി. പിന്നെ പേരുദോഷം എന്നൊക്കെ നിന്നെ അവള് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാണും. വാക്കാൽ പറഞ്ഞതല്ലാതെ അവള് നിന്റെ കൂടെ ഇറങ്ങി വന്നിട്ടൊന്നുമില്ലല്ലോ. എന്റെ വീടിനെ കുറിച്ച് ഇത്രയും കരുതലുള്ളവള് പിന്നീട് ചെയ്തതെന്താ? കോലോത്തുകാർ വന്ന് വിളിച്ചപ്പോ പൊടിയും തട്ടി അവരുടെ സ്ഥലം വിട്ടു. ഇളയെ പിള്ളേരെ മറന്നു, എന്നെ മറന്നു. നന്ദിയില്ലാത്ത. ഞാനൊന്നും പറയുന്നില്ല. നീയേ ഇനി നന്ദനെ ഓർത്ത് താടി വളർത്തി നടക്കണ്ട. അവളുടെ കല്യാണം കഴിഞ്ഞു. അതോ നിങ്ങൾ തമ്മില് വല്ല രഹസ്യബന്ധം ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഭർത്താവുണ്ടെങ്കിലും പഴയ കാമുകനെ മറക്കാൻ പറ്റില്ല ചില പെണ്ണുങ്ങൾക്ക്. രണ്ടുപേരെയും ചതിക്കും. അതിനും പഠിക്കില്ല അവള്. ആന്റി പ്ലീസ്. ഇയാൾക്കെന്താ ഇവിടെ കാര്യം? മനീഷ, ഞാൻ വളർത്തുമകളുടെ പഴയ കക്ഷിയെ അമ്മയായിട്ട് വിളിച്ചു വരുത്തിയതാണോ? ഞാൻ ക്ഷണിച്ചിട്ട് വന്നൊന്നുമല്ല. അച്ചുവേട്ടൻ പറഞ്ഞിട്ട് അമ്പിളിയുടെ വിവരം അറിയാൻ കയറിയതാണ് പോലും. അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ പോവാത്ത എന്താ? ദേ, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ തൽക്കാലം ഞാനുണ്ട്. പുറത്ത് നാളെ എടുക്കുന്നില്ല. എടുക്കുമ്പോഴേക്കും അറിയിക്കാം. മനീഷിനെന്തോ മനസ്സുകൊണ്ട് പണ്ട് എന്നോടത്ര സുഖമില്ല. ഇല്ല, ഇനി ഇയാളായിട്ട് മനസ്സുകൊണ്ട് ഉണ്ടാക്കാനും നോക്കണ്ട. മനീഷേട്ടാ, വീട്ടിൽ വന്ന ഒരാളോട് വഴക്കിനൊന്നും പോകണ്ട. എന്താ വക്കാലത്താണോ? കേറി പൊടിയകത്ത്. മോള് വന്നേക്കുന്നു. പുറത്തേക്ക് പോകാൻ സാറിനോട് ഇനി പ്രത്യേകിച്ച് പറയണോ? വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇവിടെ ആരുടെ അന്വേഷണം സദാപമൊന്നും വേണ്ടാന്ന്. മറ്റുള്ളവരുടെ പ്രയാസം കണ്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ ഓരോരോ കാരണം കൊണ്ട് ഇറങ്ങിക്കോളൂ. ഞാൻ എന്ത് ചെയ്തെന്നാ സുമിത്ര ആന്റി പറയുന്നത്? മര്യാദയ്ക്ക് കഴിഞ്ഞുകൂടിയിരുന്നൊരു വീടായത്. നീ എന്ന് നന്ദനയുടെ പുറകെ കൂടിയോ അന്ന് മുതൽ പ്രശ്നങ്ങളും തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും മുടിഞ്ഞ പ്രേമം, പിന്നെ കല്യാണാലോചന, പെണ്ണ് കാണൽ, അന്ന് തുടങ്ങി നാശം. ആന്റി,
നിങ്ങളുടെ കല്യാണം മുടങ്ങിയതിന് ഞാൻ കാരണമായി എന്നുള്ള നേരാ. പക്ഷേ മണ്ഡപത്തിൽ നിന്ന് നിന്റെ അച്ഛൻ വിളിച്ചിറക്കൊണ്ട് പോയപ്പോ തുടങ്ങിയതാ ശിവരാമേട്ടന്റെ നെഞ്ചുവേദന. അന്ന് ആ മനുഷ്യൻ വീണു, പിന്നെ എഴുന്നേറ്റിട്ടില്ല. ഇങ്ങനെ കല്ല് വെച്ചെന്നോണം പറയരുത് നിങ്ങൾ. ദേ മതി മതി. അച്യുതമ്മാവന്റെ അനന്തരവനാണെന്ന് ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. അമ്മാവന്റെ കാര്യം വിട്, ആ കെയർ ഓഫ് വേണ്ട. മനീഷ് എന്നെ എന്ത് ചെയ്യാനാ? ആദ്യം ജീവിതത്തില് താൻ സ്റ്റഡി ആയിട്ട് നിൽക്ക്, അതൊന്ന് കാണട്ടെ ഞാൻ. വീട്ടിൽ കയറി ഒന്ന് താക്കീത് ചെയ്യാ നീ? അല്ല, പോവാ ഞാൻ. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇറങ്ങുന്നുള്ളൂ. ഇപ്പോഴീ അനുഭവിക്കുന്നതൊക്കെ തിരിച്ചടികളാണെന്ന് തിരിച്ചറിയണം. മനുഷ്യ നിൽക്ക്. ആൻറ്റി, ജീവിതത്തിൽ ആരും 100% സത്യസന്ധരൊന്നുമല്ല. പക്ഷെ കുറച്ചൊക്കെ നേര് വേണം. സ്വന്തം മനസാക്ഷിയുടെ മുമ്പിലെങ്കിലും കുറ്റബോധമില്ലാതെ നിൽക്കാൻ കഴിയണം. ആൻറ്റി എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ചെയ്തികളെ എന്ന് ന്യായീകരിച്ചിട്ടേ ഉള്ളൂ. താൻ മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചു. അനുഭാവത്തോടെ അടുക്കുന്നവരെ ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ചു. ഒരിക്കൽ പോലും സ്വയം വിമർശനത്തിന് തയ്യാറായിട്ടില്ല. എന്നിട്ട് എന്ത് നേടി? ഒന്ന് ഓർത്തു നോക്ക്. നേരത്തെ ഒരു ലിസ്റ്റ് പറഞ്ഞില്ലേ, നഷ്ടങ്ങളുടെ പട്ടിക. ആ നഷ്ടങ്ങളാണ് നിങ്ങൾ നേടിയത്. ഇനിയെങ്കിലും മനസ്സിലാക്കി നന്നായിരിക്കും. എന്നെ ഇറക്കി വിട്ടുന്നൊരു തോന്നലുണ്ടെങ്കിൽ വേണ്ട. അത് ആവശ്യമെന്ന് തോന്നിയാ ഇനിയും വരും ഞാൻ. ഞാൻ വിളിച്ചു ചോദിക്കാൻ തുടങ്ങായിരുന്നു ഊണ് സമയത്ത് ഇങ്ങ് എത്തുമെന്ന്. എല്ലായിടത്തും പോയില്ലേ മോളെ? ടെക്സ്റ്റൈൽസിലേ പോയുള്ളൂ. ആ, വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടി ഇറങ്ങാമല്ലോ. ഒരു ചായ ഇട്ട് തരട്ടെ? വേണ്ടമ്മേ. നീ പോയ ഉടനെ ഉദയനും അങ്ങ് ഇറങ്ങി. എങ്ങോട്ട് പോവാന്ന് ചോദിച്ചപ്പോ കാശിക്ക് പോവാ അത്രേ. അത് രാവിലത്തെ ദേഷ്യ. ആ, ഊര് ചുറ്റി വരുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറിക്കോളും. മോള് വാ. പോയിട്ട് കടയിൽ ആൾക്കാരൊക്കെ ഉണ്ടോ മോളെ? സാമാന്യം തിരക്കുണ്ട്. റംസാൻ സമയല്ലേ, അതിൻ്റെതായ ഒരനക്കമൊക്കെ ബിസിനസ്സിൽ കാണും. കഴിഞ്ഞ മാസം പൊതുവെ കച്ചവടം മങ്ങലിലായിരുന്നു. സ്കൂളും കോളേജും ഒക്കെ തുറന്നതിന്റെ ക്ഷീണം. എല്ലാ വർഷവും അത് അങ്ങനെയാ. മോളെന്താ ആലോചിക്കുന്നത്? അമ്മ ഇതൊന്ന് നോക്ക്. എന്താ മോളെ? അമ്മ നോക്ക്. ഇത് ഇന്നത്തെ തീയതിയാണല്ലോ. മോള് തുണിയെടുത്തതാണോ? അതിനെന്തിനാ കുട്ടി ബില്ല് എന്നെ കാണിക്കുന്നത്? അമ്മ ഇത് അതൊന്നും അല്ല. അമ്മ അതിലെ തുകയൊന്ന് നോക്കേ. 71,800 രൂപ. സാരി എടുത്തതിന്റെ ബില്ല് 71,800 ആണല്ലോ. ഇനി അമ്മ ഈ ബില്ലൊന്ന് നോക്കേ. ഇത് 7,000. എന്താ മോളെ, എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്നാ ഞാൻ ചിലത് മനസ്സിലാക്കി. അത്രയും പർച്ചേസ് നടത്തിയതിന്റെ ശരിക്കുള്ള തുക
71,800 രൂപ. പക്ഷെ അടച്ചിരിക്കുന്നത് വെറും 7,000 രൂപ. അതായത് 64,800 രൂപയുടെ വ്യത്യാസം. അത്രയും വലിയ ഡിസ്കൗണ്ട് കൊടുക്കുവോ? ഇല്ലെന്ന് അമ്മയ്ക്കറിയാലോ. അപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താ? 64,800 രൂപ നഷ്ടത്തിലാണ് ഈ കച്ചവടം നടന്നിരിക്കുന്നത്. അത്രയും രൂപയുടെ വ്യത്യാസം വരിക എന്ന് വെച്ചാ കണക്കും കമ്പ്യൂട്ടറും ഒക്കെ പഠിച്ചവരെയാണല്ലോ ജോലിക്ക് വെച്ചിരിക്കുന്നത്. നോക്കിയും കണ്ടു അല്ലേ ഇവര് ബെല്ലടിക്കുന്നത്. അമ്മ തെറ്റു പറ്റിയതല്ല, മനഃപൂർവ്വ. എന്നുവെച്ചാ ഒന്ന് തെളിച്ചു പറ മോളെ. നമ്മുടെ കടയിൽ നിന്ന് ഈ ബില്ല് പ്രകാരം വാങ്ങിയ സാരികളുടെ ലിസ്റ്റ് നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. മറ്റൊരു കടയിൽ ചെന്ന് ചെക്ക് ചെയ്താ ആ സാരികൾ അതേപടി അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊരു കടയോ? അതെവിടെയാ? ടൗണിലൊരു ശിവക്ഷേത്രം ഇല്ലേ? അത് കഴിഞ്ഞ് മൊബൈൽ ടവറിനടുത്തായി ഒരിടത്തരം ടെക്സ്റ്റൈൽസ് ഉള്ളത് അമ്മയ്ക്ക് അറിയില്ലേ? ഇല്ല. അമ്മ ഒന്ന് ഓർത്ത് നോക്കേ. ഇല്ല കുട്ടി. എന്നാൽ അങ്ങനെ ഒരു കടയുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലെ തുണികള് അവിടെ എന്തിനു വിൽപ്പനയ്ക്ക് വെക്കണം? അത് ഇവിടുത്തെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ നടത്തുന്ന കടയാ. എന്താ? അമ്മേ, കാർത്തികേച്ചിയുടെ ഏത് ബന്ധുവാ തുണിക്കട നടത്തുന്നത്? കാർത്തികയുടെ അങ്ങനെ ആർക്കും തുണിക്കടയുള്ളതായിട്ട് അറിയില്ലല്ലോ. നീ ഈ പറഞ്ഞ സ്ഥലത്ത് കാർത്തികയുടെ ഒരു ബന്ധുവിന് സ്റ്റേഷനറി കടയുള്ളതായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അത് സ്റ്റേഷനറി ഷോപ്പൊന്നുമല്ല, തുണിക്കടയാ. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിലെ തുണികൾ നിസ്സാര വിലയ്ക്ക് വാങ്ങി അവിടെ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് മറിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഈശ്വര, വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ ഇത്. ഇന്ന് ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. യതീന്ദ്രൻ ഇങ്ങോട്ട് വരട്ടെ. പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട് ഇന്ന് ഞാൻ. സ്വന്തം മുതൽ കക്കം കൂട്ടു നിൽക്കേ. ഭാര്യയും ഭർത്താവിനെയും കൊണ്ട് ഇന്ന് സമാധാനം പറയിപ്പിക്കും ഞാൻ. വേണ്ടമ്മേ. പിന്നെ ഇത്രയും വലിയ അതിക്രമം കണ്ടില്ലെന്നടിക്കാനോ? അതല്ലമ്മേ, ഇന്ന് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ കടയിൽ പോയ ദിവസമല്ലേ. തുടക്കത്തിലെ ഒരു കല്ലുകടി വേണ്ട. അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല മോളെ ഇത്. വെറുതെ വിടണമെന്നല്ലമ്മേ ഞാൻ പറഞ്ഞത്. അമ്മ കുറച്ചൊന്ന് ക്ഷമിക്കണം. ഒരു പക്ഷേ ഇത് ചെറിയൊരു ചോർച്ചയാണെങ്കിലും ഇതിലും വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇനി ഉണ്ടെങ്കിൽ അതുകൂടെ കണ്ടെത്തണം. എന്നിട്ട് ആലോചിക്കാൻ നമുക്ക് എന്താ വേണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ, കാർത്തികയുടെ സ്വന്തക്കാരെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പലയിടത്തും ജോലിക്ക് വെച്ചിട്ടുണ്ട്. എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ. കാർത്തിക എന്തിനാ പറയുന്നത്? കവർച്ചയ്ക്ക് ചൂട്ട് തെളിക്കുന്നത് എന്റെ മോൻ തന്നെയല്ലേ. തൽക്കാലം ഒന്നും അറിഞ്ഞതായി അമ്മ ഭാവിക്കണ്ട. അതമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം.